ലെറ്റ്സ് ഗ്രാബ് എ ബൈറ്റ് ഫ്രം വാരണാസി. അപ്പോൾ അങ്ങനെ ഗംഗാനദിയിലുള്ള ബോട്ടിങ്ങിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് ഹണ്ടിങ് ആണ്. ഈ ബനാറസിൻ്റെ ഓരോ ഇടവഴിയിലും ചെറിയ ചെറിയ ഫുഡ് ജോയിൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ പല പല വെറൈറ്റി ടേസ്റ്റുകൾ നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും ആദ്യം തന്നെ കച്ചോറി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ദീപക്കേട്ടൻ പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ബെസ്റ്റ് ഓയിൽ ഇട്ടാന്ന് തോന്നുന്നു കച്ചോറി ഉണ്ടാക്കുന്നത്. രാവിലെ തന്നെ ഇത്ര ഓയിലി സാധനം. ദീപക്കേട്ടൻ കച്ചോറി വരാൻ വെയിറ്റിംഗ് ആയാലും എൻ്റെ കണ്ണ് നേരെ പോയത് അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ജലേബിയിലേക്കായിരുന്നു. നല്ല ജ്യൂസി സാധനം. നമ്മുടെ കച്ചോരി ഉണ്ടാക്കുന്ന ബായ് ഒരു കില്ലാടി തന്നെ. പുള്ളി ഒരേ സമയമാണ് രണ്ടും ഉണ്ടാക്കുന്നത്. അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇരിക്കുന്ന ചേച്ചിയാണ് കച്ചോരിക്കുള്ള മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. മാവ് ഒഴിച്ചതിന് ശേഷം നേരെ ഇപ്പുറത്തെ ചേച്ചി കൊടുക്കുന്നു. ചേച്ചി പരത്തുന്നു. വട്ടത്തിൽ ചെറിയ സൈസിൽ പരത്തിന് ശേഷം നേരെ അണ്ണനെ കൊടുക്കുന്നു. അണ്ണത് എണ്ണയ്ക്കകത്ത് മുക്കി പൊരിക്കുന്നു. ഇതാണ് ഇവരുടെ പ്രോസസ്സ്. ഇതിൻ്റെ സൈഡ് പിടിച്ച് തന്നെ നിരനിരയായിട്ട് വേറെയും കുറേ കടകളുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ കച്ചോറി വന്നു. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം എനിക്ക് തീരെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓയിലി ഫുഡ്സ് പൂരി പോലത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ കച്ചോറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ജലേബി അതൊരു കിട്ടില്ല സാധനമായിരുന്നു കേട്ടോ. വായിലോട്ട് ഇട്ടപ്പോൾ തന്നെ മെൽറ്റായി പോകുന്നൊരു അനുഭൂതിയായിരുന്നു. ഈ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കടയുണ്ട്, സെയിം സാധനങ്ങൾ വിൽക്കുന്നത്, ഈ കച്ചോരിയും ജിലേബിയും. അവിടുത്തെ വമ്പൻ തിരക്ക്, ക്യൂ കണ്ടില്ലേ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഷോപ്പിലേക്ക് പോകാം. അടുത്തായിട്ട് വാരണാസിയിൽ തന്നെ മസ്റ്റ് ട്രൈ എന്ന് പറയപ്പെടുന്ന മലായിയോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. നീ ഇപ്പോൾ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാം. ഞങ്ങൾ എന്തായാലും ഒരു ബൗൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ മണ്ണുകൊണ്ടുള്ള പാത്രത്തിന് കുൽഹഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾ കുൽഹഡ് കി ചായ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ മൺചട്ടിയിലാണ് നമുക്ക് ഈ മലായിയോ തരുന്നത്. നമുക്ക് ഈ മലായിയോ എടുത്തിരിക്കുന്ന ചേട്ടൻ ഒരു മുണ്ട കൊടുത്താൽ നിൽക്കുന്നത്. ചോദിച്ചപ്പോൾ മൂപ്പറ 4 തലമുറ മുമ്പുള്ള ഒരു സൗത്ത് ഇന്ത്യൻ എന്നാണ് പറയുന്നത്. മലായി കോരിത്തരുന്ന ആ തവിയുടെ 2 സ്കൂപ്പ് വെച്ചാണ് നമുക്ക് തരുന്നത്. കുൽഹഡ് ഏകദേശം നിറഞ്ഞതിന് ശേഷം ഐസ്ക്രീമിനോട് കിട്ടുന്ന ഒരു തടി സ്പൂണോടെ വെച്ച് നമ്മുടെ കയ്യിലോട്ടേക്ക് തരും. 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ ട്രൈ ചെയ്യുന്നതുകൊണ്ട് 2 പേർക്ക് കൂടെ ഒരു കുൽഹഡ് മാത്രമേ പറഞ്ഞുള്ളൂ. സാധനം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു പതപതപ്പ് പോലാണ് ഇരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു സോളിഡ് അല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഐറ്റം അങ്ങ് തീർന്നു. എന്താ പറയുക, ഒരു പതപതഞ്ഞ ടെക്സ്ചറാണ് ഈ സാധനത്തിൽ. പാലിൻ്റെയും കേസർബദാമിൻ്റെയും ടേസ്റ്റ് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ ബക്കറ്റ് നിറയെ ഉണ്ടായിരുന്ന ഐറ്റം ആയിരുന്നു, പെട്ടെന്ന് തന്നെ അത് കാലിയായി. ഇതായി കാണുന്ന രസ്മലായി, അത് നമ്മൾ വാങ്ങിയത് നമ്മുടെ പഹൽവാൻസ് ലസ്സി ഷോപ്പ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേവലം നഗത്, ഓൺലി ക്യാഷ് മാത്രമേ സ്വീകരിക്കൂ എന്ന്. ഇത് ലസ്സിക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഷോപ്പാണ്. ഇവിടെയും സെയിം സ്കീം തന്നെയാണ്. കുൽഹടി തന്നെയാണ് ലസ്സി സെർവ് ചെയ്യുന്നത്. കുൽഹടിൻ്റെ 3/4 ഭാഗം ലസ്സി ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് റബഡി ഒഴിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഇതും കിള്ളൻ ടേസ്റ്റ് തന്നെയായിരുന്നു. നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയിരുന്നു ഈ റബഡി ലസ്സി. ലൈവായിട്ട് തന്നെയാണ് ഇവിടെ ലസ്സി ഉണ്ടാക്കുന്നത്. നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം ആൾ പാത്രത്തിലിട്ട് തൈര് കളഞ്ഞ് ലസ്സി ആക്കിയതിന് ശേഷം റബഡി ഒഴിച്ച് നമ്മുടെ കയ്യിലേക്ക് തരും. കടയിൽ സഹായിക്കാനായിട്ട് 2-3 അസിസ്റ്റൻസും ഉണ്ട്. അടുത്തായിട്ട് ബാങ്ക് വിത്ത് കേസർ ബദാം മിൽക്ക്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാരണാസിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബാങ്ക് വയ്ക്കുന്ന ലീഗലായിട്ടുള്ള കൂൾ ബാറിലാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ കേസർ ബദാം മിൽക്കാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് വിത്ത് ബാങ്ക് ഉണ്ട്, വിത്തൗട്ട് ബാങ്ക് ഉണ്ട്. നമ്മുടെ നാട്ടിൽ പഞ്ചസാര അടച്ച ചായ കുടിക്കുന്ന പോലെയാണ് ഇവിടെ ബാങ്ക് ഇല്ലാണ്ട്. ഞാൻ വിത്തൗട്ടാണ് ട്രൈ ചെയ്തത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. പാത്രത്തിലായിട്ട് ബാങ്ക് അരച്ച് വെച്ചിട്ടുണ്ട്. ബാങ്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലേ, നമ്മുടെ സാക്ഷാൽ കഞ്ചാവ്. ഇവിടെ ലീഗലാണ് സാധനം. വിത്ത് ബാങ്ക് കേസർ ബദാം മിൽക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്തായാലും ഇതിന് എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ലാണ് വേറെ കാര്യം. വൈകുന്നേരം ദശാശ്വമേധ് ഘട്ടിൽ പോയി സ്വസ്ഥമായിട്ടിരുന്ന് ഗംഗാരതി ഒന്ന് കാണാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ സാധനം കഴിക്കേണ്ടി വന്നത്. ഇത് ആക്ച്വലി ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതല്ല, ഗതികേട് കാരണമാണ്. കാരണം ആ ഘാട്ടിൽ വേറെ ഒന്നും കഴിക്കാനില്ല. ആരതി നടക്കുമ്പോൾ കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ഓർത്താണ് ഇത് വാങ്ങിച്ചത്. ബേൽപൂരി, മസാൽപൂരി അങ്ങനെ എന്തോ ഐറ്റമാണ്. ആസ് എക്സ്പെക്റ്റഡ് മുഞ്ചി.